Hi friends, welcome back to my YouTube channel. So ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 3rd സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ 2 ആണ്. ചാപ്റ്റർ 2ൻ്റെ പേരെന്താണ്? പ്ലാനറ്റ് എർത്ത് ആണ് കേട്ടോ. സോ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലാനറ്റ് എർത്ത് ആണ്. അതിൻ്റെ ഫസ്റ്റ് പേജാണ് ഇത് കാണുന്നത്. ഓക്കെ, വൺ ഡേ Earth, Jupiter, Saturn, Uranus and sat together to have a tea. They had a very serious discussion on who is the greater of them all. ഒരു ദിവസം ഇതിൽ ഏറ്റവും സ്റ്റാർട്ട് തോന്നോട് കൊടുത്തത് എന്താണ്? ഒരു സ്മോൾ ഒരു കൊമിക് പോലത്തെ ഒരു ഇതാണ്. എന്താണ്? എർത്തും ജൂപ്പിറ്റർ സാറ്റേണസും കൂടെ ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുകയായിരുന്നു. എന്നിട്ട് അവർ ഭയങ്കരമായിട്ട് സീരിയസ് ഡിസ്കഷൻ ആയിരുന്നു. എന്താണ്? ആരാണ് ഏറ്റവും കൂടുതൽ വലുത് എന്ന് ഉള്ളൊരു സീരിയസ് ഡിസ്കഷനാണ് അതിൽ നടക്കുന്നത്. കണ്ടോ, ഇത് നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ പിക്ചറാണ് കാണുന്നത്. ഇത് ഫുള്ളും ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ് അതിൻ്റെതൊക്കെ ഒരു കൊമിക് ക്യാരക്ടറാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ലേണിംഗ് ഔട്ട്കം നോക്കാം എന്താണെന്ന്. ഓക്കെ, ലേണിംഗ് ഔട്ട്കം ഈ ചാപ്റ്ററിൻ്റെ ലേണിംഗ് ഔട്ട്കം എന്താണ്? അറ്റ് ദ എൻഡ് ഓഫ് ദിസ് ലെസൺ ലേണേഴ്സ് വിൽ ബി ഏബിൾ ടു ലേൺ ഫസ്റ്റ്. ഈ ഒരു ചാപ്റ്റർ ഫുൾ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്? നമ്മൾ എന്താണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്? ഫസ്റ്റ്, എക്സാമിൻ ദ ഷേപ്പ് ഓഫ് ഓൾ ദ എർത്ത്. എന്താണ് എർത്തിൻ്റെ ഷേപ്പ് എന്താണ് നമ്മൾ മനസ്സിലാക്കും. ലൊക്കേറ്റ് ദ കോണ്ടിനെൻറ്റ് ആൻഡ് ഓഷൻസ് ഓഫ് ദ വേർഡ് ഓൺ ദ മാപ്പ്. ഒരു മാപ്പിൻ്റെ കോണ്ടിനെൻറ്റും ഓഷൻസും എന്തൊക്കെയാണ്, എത്രയൊക്കെ ഉണ്ട് എന്നുള്ളതിൻ്റെ ആ ഒരു സ്ഥിതിഗതികൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി യൂസ് ദ ടൂൾസ് ഓഫ് ജിയോഗ്രഫി, ഗ്ലോബ്സ് ആൻഡ് മാപ്പ് ടു അണ്ടർസ്റ്റാൻഡ് ദ എർത്ത് ബെറ്റർ. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ്, ഐഡൻറ്റിഫൈ എന്താണ്? ദ ഫീച്ചേഴ്സ് ഓഫ് ദ വേരിയസ് ലാൻഡ് ഫോംസ് ഓഫ് ദ എർത്ത്. ഐഡൻറ്റിഫൈ എന്താണ്? ദ ഫീച്ചേഴ്സ് ഓഫ് ദ വേരിയസ് ലാൻഡ് ഫോം ഓഫ് ദ എർത്ത്. അത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് എന്താണ്? ഈസ് എ യൂണിക് പ്ലാനറ്റ് ഇറ്റ് ഹാസ് എ ലൈഫ് ഓൺ ഇറ്റ്. ആൻഡ് സെക്കൻഡ് എന്താണ്? ഈസ് ഷേപ്പ് ലൈക്ക് ഓറഞ്ച്. എർത്തിൻ്റെ ഷേപ്പ് എന്താണ്? ഓറഞ്ച് പോലെയാണ്. ഹാസ് കോണ്ടിനെൻറ്റ് ആൻഡ് എർത്തിന് എന്തൊക്കെയുണ്ട്? കോണ്ടിനെൻറ്റ്സും ഓഷൻസും ഉണ്ട്. അപ്പോൾ എന്താണ് എർത്ത് പ്ലാനറ്റ്? എന്താണ് പ്ലാനറ്റ്? ഈസ് എ യൂണിക് പ്ലാനറ്റ് ഹാസ് എ ലൈഫ് ഹാസ് ഓൺ. അതിനെന്തുണ്ട്? ജീവനുണ്ട്. ഓറഞ്ചിൻ്റെ ഷേപ്പാണ്. അതിലെന്തൊക്കെയുണ്ട്? കോണ്ടിനെൻറ്റും ഓഷൻസും അടങ്ങിയിട്ടുണ്ട്. ഇനി കോണ്ടിനെൻറ്റ്സ് ഒന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. കോണ്ടിനെൻറ്റ്സ് ആണ് ഡിവൈഡ് ചെയ്ത് നോക്കുന്നത്. കോണ്ടിനെൻറ്റ്സ് ഹാവ് എവർ ബിലോ ഗ്ലേസിയർസ്, മൗണ്ടൻസ്, ഹിൽസ്, പ്ലാറ്റ്യൂസ്, ഐസ്ലാൻഡ്, വാല്യൂ, പ്ലെയിൻസ്, ഡെസേർട്ട്സ്. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? കോണ്ടിനെൻറ്റ്സ് എന്ന് പറയുന്നത്. കോണ്ടിനെൻറ്റ്സ് ഓഫ് എ ലാൻഡ് ഫോംസ്. ഇനി ദ കോണ്ടിനെൻറ്റ് ആൻഡ് ഓഷൻസ് ഹാവ് ബി സ്റ്റഡീഡ് ത്രൂ ദ ഗ്ലോബ് ആൻഡ് മാപ്പ്. നമുക്ക് കൂടുതലും എന്താണ് കോണ്ടിനെൻറ്റ് ഓഷൻസ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് എന്തിനായിരിക്കും? ഗ്ലോബിൽ നിന്നും മാപ്പിൽ നിന്നൊക്കെ ആയിരിക്കും. നെക്സ്റ്റ്, ദ എർത്ത് എ യൂണിക് പ്ലാനറ്റ് എന്ന് നോക്കാം. എർത്ത് ഈസ് ദ ഓൺലി പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം ടു ഹാവ് ലൈഫ് ഓൺ ഇറ്റ്. എന്താണ്? സോളാർ സിസ്റ്റത്തിൽ എർത്തിനാണ് ഒരു ലൈഫ്, ഒരു ജീവനുണ്ടെന്ന് തന്നെ പറയാനായിട്ട് സാധിക്കുന്നത്. The earth support life because it has a water of human being, animals and plant to serve. എർത്തിന് എന്തിന് സാധിക്കുന്നുണ്ട്? എർത്തിൽ എന്തുണ്ട്? നമുക്ക് നാച്ചുറൽ റിസോഴ്സ് ആയിട്ട് എയർ, വാട്ടറൊക്കെ, സൺലൈറ്റ്, എയർ, വാട്ടർ, സൺലൈറ്റ് ഒക്കെ നമുക്ക് എന്താണ്? നാച്ചുറൽ റിസോഴ്സസ് ആണല്ലേ. അപ്പോൾ എന്തുണ്ട്? എർത്തിന് വാട്ടർ ഉണ്ട്. ഇനി ഹ്യൂമൻ ബീയിങ്സിനായാലും അനിമൽസിനായാലും പ്ലാന്റ്സിനായാലും അത് സെർവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതായതുകൊണ്ട്. ഓക്കെ, ഇറ്റ് ഹാസ് എ എയർ ഓഫ് ദ ഹ്യൂമൻ ബീയിങ്സ്, ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ടു ബർത്ത്. എയർ ഉണ്ടെന്നാണ്. ഫസ്റ്റ് വാട്ടർ പറഞ്ഞു, രണ്ടാമത് എന്തുണ്ട്? എയർ പറഞ്ഞു. രണ്ടാമത് എന്ത് പറഞ്ഞു? എയർ പറഞ്ഞു. ഇറ്റ് റിസീവ് ദ റൈറ്റ് എമൗണ്ട് ഓഫ് ഹീറ്റ് ആൻഡ് ലൈറ്റ് ഫ്രം ദ സൺ ടു സപ്പോർട്ട് ഓൾ ദ ഫോംസ് ഓഫ് ലൈഫ്. ഇറ്റ് റിസീവ്സ് ദ റൈറ്റ് എമൗണ്ട് ഓഫ് ഹീറ്റ് ആൻഡ് ലൈറ്റ്. സൂര്യനിൽ നിന്ന് നമുക്ക് ലൈറ്റും ഹീറ്റും കറക്റ്റ് എമൗണ്ടിൽ കിട്ടുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ലൈഫിന് ഫുൾ സപ്പോർട്ടിങ് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ദ ഷേപ്പ് ഓഫ് ദ എർത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞു എർത്തിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്? ഓറഞ്ച് പോലെയാണ് അല്ലേ. ദ എർത്ത് ഈസ് ഷേപ്പ് ലൈക്ക് ആൻ ഓറഞ്ച്. ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി ഫ്ലാറ്റഡ് അറ്റ് ദ top and bottom with a bulge in the middle. The northernmost point of the earth is called the northern pole and the southernmost point is called the southern pole. എർത്തിൻ്റെ ഷേപ്പ് എന്താണ്? ഓറഞ്ച് പോലെയാണ്. അതിൻ്റെ മിഡിൽ എന്താണ്? ഫ്ലാറ്റഡ് ആണ്. എന്താണ്? ടോപ്പും ബോട്ടും എങ്ങനെയായിരിക്കും? ഫ്ലാറ്റ് ആയിരിക്കും. പക്ഷേ മിഡിൽ പോർഷൻ എന്തായിരിക്കും? ബൾജ് ചെയ്തിരിക്കുന്നതായിരിക്കും. ഇനി നോർത്തേൺ പോയിന്റിന് നോർത്തേൺ പോളെന്നും സദേൺ മോസ്റ്റ് പോയിന്റിന് സദേൺ പോളെന്നും പറയുന്നു. നെക്സ്റ്റ്, കോണ്ടിനെൻറ്റ്സ് ആൻഡ് ഓഷൻസ് ആണ് നെക്സ്റ്റ് നോക്കുന്നത്. About 3 of the earth is covered with the water. മൂന്നിൽ ഒരു എർത്തിൻ്റെ 3 ഭാഗവും എന്തായിരിക്കും? വെള്ളം പോകാനായിരിക്കും ഇരിക്കുക. നമ്മൾ സോളാർ സിസ്റ്റത്തിൽ തന്നെ പഠിച്ചിരുന്നു. വാട്ടർ ആയിട്ട് റിമൈനിങ് 1 part is ലാൻഡ്. അതിൻ്റെ ഒരു പാർട്ടായിരിക്കും എന്തെന്ന് പറയുന്നത്? ലാൻഡ് ആയിട്ട് വരുന്നത്. ദ ലാർജ് ഏരിയ ഓഫ് ലാൻഡ് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് ആർ കാൾഡ് കോണ്ടിനെൻറ്റ്സ്. ലാർജ് ലാൻഡ് ഏരിയ സർഫസിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോണ്ടിനെൻ്റ് എന്ന് പറയുന്നത്. ആൻഡ്
ആൻഡ് ദ വെരി ലാർജ് ഏരിയ ഓഫ് വാട്ടർ ഓൺ ദ എർത്ത് ആർ കാൾഡ് ഓഷൻസ്. ഏറ്റവും കൂടുതൽ വെള്ളം ഏരിയ ഉള്ളത് നമ്മളെന്ന് പറയുന്നു ഓഷൻസ് എന്ന് പറയുന്നു. ഇനി കോണ്ടിനെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. The entire land area of the earth has been divided into continents. There are 7 continents in the world. എത്ര കോണ്ടിനെൻറ്റ്സ് ആണുള്ളത് വേൾഡിൽ തന്നെ? 7 കോണ്ടിനെൻ്റ് ആണ് ഡിവൈഡ് ചെയ്തിരിക്കണം. These are ഫസ്റ്റ് എന്താണ്? ഏഷ്യ, ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ് ആൻഡ് ഓസ്ട്രേലിയ. ഇൻ ഓർഡർ ഫ്രം ദ ലാർജസ്റ്റ് ടു ദ സ്മോളസ്റ്റ്. ലാർജസ്റ്റ് നിന്ന് സ്മോളസ്റ്റിലോട്ട് ഈ ഒരു ഓർഡർ പറയുന്നത് ഏഷ്യ, ആഫ്രിക്ക, നോർത്തേൺ പോൾ, സദേൺ പോൾ, അന്റാർട്ടിക്ക, യൂറോപ്പ് ആൻഡ് ഓസ്ട്രേലിയ. 7 കോണ്ടിനെൻറ്റ്സ് ആണ് ഉള്ളത്. ഏഷ്യയാണ് എന്തെന്ന് പറയുന്നത്? ലാർജസ്റ്റ് കോണ്ടിനെന്റ് ഇൻ ദ വേൾഡ്. ഏഷ്യയാണ് ലാർജസ്റ്റ് കോണ്ടിനെന്റ് ഇൻ ദ വേൾഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? ഓഷൻസ് നോക്കാം. ദർ ആർ 5 ഓഷൻസ്. എത്ര ഓഷൻസ് ആണ് ഉള്ളത്? 5 ഓഷൻസും. എത്ര കോണ്ടിനെന്റ്സ് ഉണ്ട്? 7 കോണ്ടിനെന്റ്സും ഉണ്ട്. ഓക്കെ, ഇനി ഓഷൻസ് എന്തൊക്കെയാണ്? These are the Pacific Ocean, Atlantic Ocean, Indian Ocean, Southern Ocean and Arctic Ocean. In order from the largest to smallest. Order അനുസരിച്ചാണ് largest to smallest ലോട്ടാണ് പോയിരിക്കുന്നത്. The Pacific Ocean is the largest ocean in the world. Pacific Ocean ആണ് എന്തെന്ന് പറയുന്നത്? Largest ocean എന്ന് പറയുന്നത്. Although the one contain large amount of water, we cannot drink ocean water. എന്താണ്? ഓഷൻസിൽ എന്താണ്? എമൗണ്ട് ഒരുപാട് വാട്ടറിൻ്റെ കണ്ടന്റ് ഉണ്ട്, പക്ഷേ അത് വി കനോട്ട് ഡ്രിങ്ക് ദ ഓഷൻ വാട്ടർ. പക്ഷേ ഓഷൻ വാട്ടർ നമുക്ക് ഒരിക്കലും തന്നെ കുടിക്കാനായിട്ട് സാധിക്കില്ല. ബിക്കോസ് എന്തായിരിക്കും? ദിസ് ഈസ് ബിക്കോസ് ഓഷൻ വാട്ടർ ഈസ് ടു സോൾട്ടി. ഓഷൻ വാട്ടേഴ്സ് എന്തായിരിക്കും? സോൾട്ടി ആയിരിക്കില്ലേ? കടലിലെ വെള്ളമൊക്കെ നമുക്ക് കുടിക്കാൻ വേണ്ടി സാധിക്കുമോ? ഇല്ല. ബിക്കോസ് ഇറ്റ് വാസ് ടു സോൾട്ടി. നെക്സ്റ്റ്, ഗ്ലോബ് ആൻഡ് മാപ്പ്. We cannot see a part of the earth from one place because it is a very large area. എന്തായിരിക്കും? വി കനോട്ട് സീ പാർട്ട് ഓഫ് ദ എർത്ത്. നമുക്ക് എർത്തിൻ്റെ ഫുൾ പാർട്സും കാണാൻ വേണ്ടി സാധിക്കുമോ ഗ്ലോബിൽ? ഇല്ല. ബിക്കോസ് എന്താ? അത് വലിയ ലാർജ് ഏരിയ ആണ്. ഹൗവർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഗ്ലോബ് ആൻഡ് മാപ്പ് we can see the earth is the great details. നമുക്ക് നമ്മൾ ഗ്ലോബ്സിൻ്റെ മാപ്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് നമുക്ക് ആ ഒരു സഹായത്തോടെ മാത്രമേ നമുക്ക് ഗ്രേറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇനി ഗ്ലോബ് എന്താണെന്ന് നോക്കാം. എ ഗ്ലോബ് ഈസ് എ വെരി സ്മോൾ മോഡൽ ഓഫ് ദ എർത്ത്. ഗ്ലോബ് എന്താണ്? എർത്തിൻ്റെ ഒരു ചെറിയൊരു മോഡലാണ്. ഇറ്റ് ഷോസ് ദ എക്സാക്ട് ഷേപ്പ് ഓഫ് ദ എർത്ത് ആൻഡ് ഈസ് മാർക്ക്ഡ് വിത്ത് ദ കോണ്ടിനെന്റ്, ഓഷൻസ് ആൻഡ് കൺട്രീസ്. അതിൽ എന്തൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും? കോണ്ടിനെന്റ്സ്, ഓഷൻസും കൺട്രീസും ഇത്ര തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി മാപ്പ് എന്താണ്? ഫ്ലാറ്റ് ഡ്രോയിങ് ഓഫ് സർഫസ് ഓഫ് ദ എർത്ത് ആണ്. ദ മാപ്പ് ഓഫ് ദ കോണ്ടിനെന്റ് ആൻഡ് ഓഷൻ ഷോ ദ ഔട്ട്ലൈൻ ഓഫ് ദ കോണ്ടിനെന്റ്സ്. എല്ലാത്തിൻ്റെ ഔട്ട്ലൈൻസ് എല്ലാം തന്നെ എന്തിൽ കാണിക്കുന്നു? മാപ്പിൽ കാണിക്കുന്നു. യു ക്യാൻ സീ വാട്ട് ഈച്ച് കോണ്ടിനെന്റ് ലുക്ക് ലൈക്ക് ഫാർ അവേ ഫ്രം. നമുക്ക് എവിടെ നിന്നാലും മാപ്സ് നമുക്ക് യൂസ് ചെയ്ത് നോക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ ചില PSCയിലൊക്കെ ചോദിക്കണം ഗ്ലോബ്സ് ആണോ മാപ്പാണ് നമുക്ക് കംഫർട്ട് ടു ഹാൻഡിൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ മാപ്പാണ് എൻ്റെ ആൻസർ. ബിക്കോസ് ഹാൻഡ് ഫ്രീ ആണ്, നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ട് നടക്കാനായിട്ട്. സോ ഗ്ലോബിനെ പോലെ എല്ലായിടും അത് നമുക്കിങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. അതൊരു ഷാർട്ടിൻ്റെ ഷേപ്പിലായിരിക്കും. നമുക്ക് കൈക്കുള്ളിൽ വിത്തിൻ അവർ ഹാൻഡ്സിൽ നമുക്കത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. എന്ത്? മാപ്പ്. ഓക്കെ, നെക്സ്റ്റ്, ലാൻഡ് ഫോംസ് ഓഫ് ദ എർത്ത് നോക്കാം. ദർ ആർ മെനി നാച്ചുറൽ ഫീച്ചേഴ്സ് ഓഫ് ദ എർത്ത് ലാൻഡ് സർഫസ് ഇൻ ദ ഡിഫറെൻറ്റ് ഷേപ്പ് ആൻഡ് സൈസ്. നാച്ചുറൽ ഫീച്ചേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ പല രീതിയിലുള്ള ഷേപ്സും സൈസസ് ഒക്കെ ആയിരിക്കും. ദിസ് ആർ കോൾഡ് ലാൻഡ് ഫോംസ്. These are many such landforms on the continent. For example, mountains, valleys, plains and plateaus. Look at the drawing of the page. നമുക്ക് പേജ് നമ്പർ 13, 31 നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പിക്ചർ വിൽ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് പേജ് നമ്പർ 13 and 31. നോക്കിക്കേ. Arctic Ocean, North America, Atlantic Ocean, Pacific Ocean, Europe, Asia, Africa, South America, Southern Ocean, Indian Ocean, Australia, ഇതെല്ലാം തന്നെ നമുക്ക് അന്റാർട്ടിക്ക, ഇതെല്ലാം തന്നെ Pacific Ocean, ഇതെല്ലാം തന്നെ നമുക്ക് ഈ ഒരു മാപ്പിലൂടെ കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. സോ ചാപ്റ്ററിൻ്റെ പേരെന്തായിരുന്നു? പ്ലാനറ്റ് ഇൻ ദ എർത്ത് ആയിരുന്നു. ചാപ്റ്റർ 2 ആണ് 3rd സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലേതാണ് കേട്ടോ. Okay, thank you. Thanks for watching my video. Please like, share and subscribe my channel. Thank you.